നമുക്ക് നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലാന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഗ്യാരണ്ടിയും ഒരു ഏജിലും ഇല്ലാത്ത ലൈഫാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആരോഗ്യം ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആയുസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കാലം നമുക്ക് ഈ ആരോഗ്യം ആവശ്യമുണ്ട്. ഇത് ഏത് കാലത്താണോ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത്, ചിലർക്ക് ചെറുപ്പത്തിൽ തോന്നാം, ചിലർക്ക് പ്രായമുള്ളപ്പോൾ തോന്നാം, എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിനെ കയറി പിടിച്ചുകൊള്ളണം. അത് ഹെൽത്ത് എക്സസൈസ് ആവാം, യോഗയാവാം, എന്ത് തന്നെ ആണെങ്കിലും. ഒബ്ജക്ഷൻസ് ഒരുപാട് ഉണ്ടാവും. അവരവർക്ക് വേണോ വേണ്ടേ എന്നുള്ളത് ചോദ്യം അവരവരോടാണ്. എപ്പോഴും മോട്ടിവേഷൻ എന്തിനാണെന്നുള്ള ചോദ്യം തന്നെ അവിടെയാണ്. എന്തിനാണ് മോട്ടിവേഷൻ? പുറത്തുനിന്ന് ഒരാൾ വന്ന് പറയുമ്പോഴാണ് ഈ തൊട്ടുണർത്തുന്ന ഒരു ഫീലിംഗ് വരുന്നത്. മോട്ടിവേഷൻ ആണോ വേണ്ടത്? വേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. സ്വയം ചിന്തിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ആരോഗ്യം വേണോ? ഞാനുണ്ടാക്കിയ സമ്പത്തും ഞാനുണ്ടാക്കിയ മുതലും മക്കളും വീടും അസറ്റും മുഴുവൻ, വൺസ് യുവർ ഹെൽത്ത് ഈസ് ഗോൺ, എവറിതിങ് ഈസ് ഗോൺ. ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാങ്ക് ബാലൻസിലെ എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയോ 1 ലക്ഷമോ പോട്ടെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെർവന്റിനെ വിളിക്കണം. ATM കുത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികൾ നിങ്ങൾ വിളിച്ച വരില്ല. ഒരു പേരക്കുട്ടിയും വരില്ല. ഞാനും ഇപ്പോൾ ഒരു മകന്റെ ഉമ്മയാണ്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർ വരുള്ളൂ. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. മക്കൾക്കും ഭർത്താവിനും ഫാമിലിക്കും ഒക്കെ ചെയ്തു കൊടുക്കണം. വേണ്ടെന്നല്ല പറയണം. പക്ഷെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരിക്കലും ഹെൽത്ത് വെക്കാറില്ല ഭൂരിപക്ഷം സ്ത്രീകൾ. ഒട്ടുമില്ല. കാരണം സ്ത്രീകൾ എപ്പോഴും കമ്മിറ്റ്മെന്റ് കൂടുതലുള്ളവരാണ്. അവർക്ക് എഫെക്ഷൻ എപ്പോഴും കൂടുതലാണ്. എന്ത് കാര്യത്തിനും അവരങ്ങനെയാണ്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് കണക്ട് ചെയ്ത് പറയാം. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം ഒരു 40 കഴിഞ്ഞതിന് ശേഷമേ അവർ ഓർക്കുള്ളൂ. വയർ എവിടെയാണ്, ഹാർട്ട് എവിടെയാണ്, കിഡ്നി എവിടെയാണ് ചോദിക്കും. എടോ ഹാർട്ട് ഇവിടെയാണോ? കാരണം അത് ഇടിച്ചു തുടങ്ങി. അപ്പോഴാണ് ചിന്തിക്കുന്നത്. അതിനേക്കാൾ മുന്നേ ചിന്തിക്കേണ്ട ഒരവസ്ഥ വരും. കാരണം എല്ലാവരുടെയും ഫാമിലിയിൽ സ്ട്രഗ്ലിംഗ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഈച്ച് ആൻഡ് എവ്രി വൺ അത് ഫേസ് ചെയ്യാനേ വേണം. പക്ഷെ അതിനാരും സപ്പോർട്ട് തരില്ല. ഒരു ഭർത്താവിന്റെ സപ്പോർട്ട് പോരാ. ഒരു വൈഫിന് സപ്പോർട്ട് വേണ്ടത് സെൽഫായിട്ട് വരേണ്ടതാണ് സപ്പോർട്ട്. നമുക്ക് ഒരാൾ പറഞ്ഞു തരാൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് അയാൾ പോവില്ലേ? പിന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മൾ ചിന്തിക്കണം. നമുക്ക് തന്ന ലൈഫ്, പടച്ചവൻ നമുക്ക് തന്ന ലൈഫ് വേറെ ഒരാൾക്ക് കൊടുത്തില്ല. ഒരു സിമിലാരിറ്റി ഇല്ലാത്ത ലൈഫ്, കമ്പയർ ചെയ്യാൻ പറ്റാത്ത ലൈഫ്. ചെറിയ ഡ്രസ് ഇടുമ്പോൾ ഒരു കളർ മാച്ച് ചേഞ്ച് ഉള്ളത് പോലെ മാത്രം. എനിക്ക് 2 കുട്ടികൾ, നിങ്ങൾക്ക് 2 കുട്ടികൾ, എന്റെ കുട്ടി ഡോക്ടർ, നിന്റെ കുട്ടി. ഇത്രയൊക്കെ സിമിലാരിറ്റി ഉള്ളൂ. വേറെ ഒരു സിമിലാരിറ്റിയും ഒരാളുടെ ലൈഫിൽ മുതൽ മറ്റൊരാളുടെ ലൈഫിൽ ഇല്ല. ഇത്രയും യൂണീക്കായിട്ട് സൃഷ്ടാവ് നമ്മളെ പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നന്ദി കാണിക്കുക എന്ന് പറയുന്നത് അതിനെ നന്നായി സംരക്ഷിക്കുക, ആരോഗ്യത്തിനെ സംരക്ഷിക്കുക. ഒരു സമയം കഴിഞ്ഞിട്ടാണ് അത് ഓർമ്മ വരുന്നെങ്കിൽ അവിടെ പിടിച്ചോളുക. മക്കള് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഭർത്താവ് ഏറ്റെടുക്കില്ല. ആർക്കും ബാധ്യതയാവാതെ, ബേർഡൻ ആവാതെ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. ബാങ്കിൽ ബാലൻസിനേക്കാളും വലിയ അനുഗ്രഹമാണ്. പിന്നെ ഫിസിക്കൽ ഹെൽത്ത് കംപ്ലീറ്റ് ആവുന്നത് മെന്റൽ ഹെൽത്ത് കൂടെ ഉള്ളപ്പോഴാണ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല മനസ്സുള്ളൂ. നല്ല മനസ്സുണ്ടായാൽ മാത്രം പോരാ, അതിനെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. നല്ല ചിന്താഗതിയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർ ബെഡ് റിഡൻ ആയിരിക്കും. അവരെ കൊണ്ട് സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ എഴുന്നേറ്റ് നടക്കണം. ഇതില് എൻ്റെ ഉപ്പാന്റെ പ്രായമുള്ളവരുണ്ട്, എൻ്റെ ബ്രദറിന്റെ പ്രായമുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. മോട്ടിവേഷൻ നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ ഈ പ്രായത്തിൽ ചിന്തിക്കുന്നുണ്ട് കുറച്ചുകൂടെ മുന്നേ ആവാമായിരുന്നു, ലേറ്റ് ആയിട്ടാണ് നമുക്ക് വന്നത്. അപ്പൊ ഇവരെ കാണുമ്പോൾ വിചാരിക്കും, ശരിയാണ്, ഇവരിപ്പൊ വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പൊ തളർന്നുകൂടാ. അപ്പൊ നമ്മൾ തളർന്നുകൂടാ എന്നുള്ളത് വേറൊരാൾ നമുക്ക് വന്ന് പറഞ്ഞു തരില്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് അലാം ക്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറി പിടിച്ചോളണം. ഒരാളെ മോട്ടിവേഷന് കാത്തു നിൽക്കണ്ട. ഒരാളുടെ വിളിക്കും കാത്തു നിൽക്കാതെ എവിടെയാണോ തുടങ്ങേണ്ടത് എന്നുള്ളത് അവരവർ ചിന്തിക്കുക, അവരവർ പ്രവർത്തിക്കുക. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും അവരവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതേ ഏതൊരവസരവും എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക, ഓരോ മൊമെന്റ്സും. കാരണം ഇത് വേറൊരാളുടെ ബാങ്ക് ബാലൻസിൽ നമുക്ക് കിട്ടില്ല. ഒരാൾ കൊടുത്ത് ഈ മൊമെന്റ്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ റിസൾട്ട് നെഗറ്റീവ് ആയിക്കോട്ടെ, 0 റിസൾട്ട് ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ എൻജോയ് ചെയ്തോ എന്നുള്ളതാണ് വിഷയം. ഇഫ് യു ആർ എൻജോയ്ഡ് ഇൻ എവറി സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, മോശമായിക്കോട്ടെ, സ്ട്രഗ്ലിംഗ് ആയിക്കോട്ടെ, ഹാപ്പിയുള്ള മൊമെന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തരുന്നത്. എക്സസൈസ് നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ ചെയ്യാനാണ് മെക്സവൻ പറയുന്നത്.
നിങ്ങൾ മസാജിന്റെ കാര്യം പറയുന്നു, നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അത് നിങ്ങൾ ചിന്തിക്കണം. ഒരാൾ ചെയ്യുന്നത് അയാളുടെ കംഫർട്ടിലാണ്. ഒരു പ്രോബ്ലം വരുമ്പോൾ സ്ട്രഗ്ലിംഗ് അയാൾ എടുക്കുന്നത് അയാളുടെ ചിന്താഗതിയും അയാളുടെ കാഴ്ചപ്പാടും അയാളുടെ അനുഭവത്തിന്റെ പിന്നാലെയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളോട് സംസാരിക്കുന്നത്. ഓരോരുത്തരുടെ ശരീരവും അവരോട് സംസാരിക്കുന്നുണ്ട്. കേൾക്കാൻ സമയമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമാണ്, മക്കൾക്ക് വേണം, ഹസ്ബൻഡിന് വേണം, ഭാര്യ ടൈം പോയി കഴിയും. ഉച്ചയ്ക്ക് അപ്പോഴത്തേനും 1:30 ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമാണ്, അതിന്റെ പിന്നാലെ പോയി. ഈ ഓട്ടമാണ്. ഈ ഓട്ടത്തിലിടയ്ക്ക് ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് നിസ്കാരത്തിനെ കുറിച്ച് സുജൂദിലേക്ക് വരാൻ പറയുന്നത്, നിസ്കരിക്കാൻ വരാൻ പറയുന്നത് എത്ര അടി വലിപ്പമുണ്ട് മുസ്ലിക്ക്? എത്ര അടി വലിപ്പമുണ്ട്? അതിൽ വന്ന് സുജൂദ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന അതിലുള്ള ഇബാദത്തുകളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റുള്ള മതത്തിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ എഫേർട്ട്, ആ സാധനം അല്ലാതെ നിസ്കാരത്തിൽ വരുന്ന ഓരോ സാധനങ്ങളിലും പടച്ചവൻ നിങ്ങൾക്ക് മാർക്കിടുന്നത് എവിടെ കൊണ്ടാണെന്നാ പറഞ്ഞത്? ഹാർട്ട്. നിങ്ങൾ എത്ര സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു? നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെ? നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എങ്കിൽ മാർക്കിടുന്നത് അവിടെ വെച്ചിട്ടാണെങ്കിൽ, എക്സസൈസ് ചെയ്യുമ്പോഴും ജീവിതത്തിലെ സ്ട്രഗ്ലിംഗ് ചെയ്യുമ്പോഴും മക്കളെ വളർത്തുമ്പോഴും ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഹജ്ജ് ചെയ്യുന്നിടത്തും നിങ്ങളുടെ നിയ്യത്താണ് പ്രധാനം. ശബരിമലയ്ക്ക് പോകുന്നു, അവരുടെ നിയ്യത്താണ് പ്രധാനം. അവർ നേർച്ച ചെയ്തിട്ട് പോകുന്നു, നിയ്യത്താണ് പ്രധാനം. നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അതുപോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. ഏതൊരു കാര്യവും ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ആദ്യം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മളാണ്. മാർക്കിടാനൊക്കെ നാട്ടുകാരുണ്ടാവും. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ പറയുമ്പോൾ മാർക്കിടാൻ നിങ്ങളില്ലേ? ഇതുപോലെ ലൈഫ് ഓരോ എക്സ്പീരിയൻസിലും മാർക്ക് കമന്ററിക്കാണ് ആൾക്കാരുള്ളത്. നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തരുത്. നമ്മളെ കുറ്റപ്പെടുത്തരുത്. അതിനാണ് നാട്ടുകാരും കുടുംബക്കാരും ഉള്ളത്. അവരവരുടെ പണി പോലെ വെടുപ്പിനെ ചെയ്തോളും. നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. മിസ്റ്റേക്ക് ചെയ്താലല്ലേ അവർക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിക്കുക. ബിസിനസ്സുകാരനോട് പറയും, തോൽക്കാനുള്ള ധൈര്യമുള്ളവൻ ബിസിനസ്സിൽ പിടിച്ചു കയറുന്നു. അപ്പൊ ജീവിതത്തിൽ തോൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ജയിക്കാൻ സ്വയം ഒരു എനർജി, ധൈര്യം, വേറൊരു മോട്ടിവേഷന്റെ ആവശ്യമില്ല. അതുകൊണ്ട് എക്സസൈസ് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കൂടെയാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അവരവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം. ഓക്കെ.